ഈ വണ്ടി ഓടിച്ചു വരുന്ന ഒരാളിനെ കണ്ടോ? ആളിനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അമ്മ എന്തായാലും ഡെലിവറി ചെയ്യാൻ പോയതാണോ? സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കാൻ പോയതാണോ? കൊണ്ടുകൊടുക്കാൻ പോയിട്ട് വന്നതാണ്. സ്വന്തമായി ഒരു സംരംഭം എന്ന് പുതിയ തലമുറ ചിന്തിക്കും മുൻപ് ആ വഴി വെട്ടിത്തെളിച്ച് സ്വന്തമായി നടന്നു തുടങ്ങിയതാണ് രമാകുമാരി അമ്മ. 3 പെൺമക്കളുള്ള പരാധീനതകളുള്ള കുടുംബത്തിലെ അംഗമായതിനാൽ സ്വന്തം കാലിൽ നിന്നിട്ട് മതി വിവാഹം എന്ന തീരുമാനത്തിലൂടെ കാലത്തിനു മുൻപേ നടന്ന സ്ത്രീത്വം. 18ഉം 19ഉം വയസ്സിൽ വിവാഹം നടത്തിയിരുന്ന നാട്ടിൽ ഉറച്ച തീരുമാനത്തിൽ സ്വന്തം ബിസിനസ് ആരംഭിച്ച ശേഷം 38ആം വയസ്സിൽ മാത്രം വിവാഹം. 70ന്റെ ചെറുപ്പമാണ് രമാകുമാരി അമ്മയ്ക്ക്. അധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് മാത്രം കെട്ടിപ്പടുത്ത ജീവിതം. 25 വർഷം കൊണ്ട് സ്വന്തമായി ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നവൾ. ക്യാൻസർ എന്ന മഹാമാരി പോലും ഈ ആത്മവിശ്വാസത്തിന് മുൻപിൽ വഴിമറഞ്ഞുപോയി. ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ പോലും ജീവിതം ഉപേക്ഷിക്കുന്നവർ കേൾക്കണം ഈ വാക്കുകൾ. ഇപ്പോ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 25 വർഷമായി. ഇപ്പം ഈ ലൈനിൽ കടകളിൽ കൊണ്ടുകൊടുക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ബേക്കറി തുടങ്ങിയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ 38 വർഷമായി. 38 വർഷമായി ആയി ബേക്കറി തുടങ്ങി. പിന്നെ 13 വർഷം ചെയ്തപ്പോൾ തന്നെ അസുഖം വന്ന് ക്യാൻസർ വന്നപ്പോഴേ പിന്നെ ബേക്കറി അടിച്ച കൂട്ടേണ്ടി വന്നു. അത് 2000-ലാണ്. പിന്നെ 2001-ലാണ് ഇവിടെ തുടങ്ങിയത്. അങ്ങനെ അപ്പൊ നേരത്തെ ബേക്കറി ഉണ്ടായിരുന്നപ്പോ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്താണ് ബേക്കറി ഉണ്ടായിരുന്നു. അതിന് മുമ്പേ ഞാൻ സ്വന്തമായിട്ടാണ് ബേക്കറി ഇട്ടതിന് ശേഷമാണ്. അത് സ്വന്തമായിട്ട് ബേക്കറി ഇട്ട ശേഷമാണ് കല്യാണം കഴിച്ചത്. കേട്ട് പഠിക്കണം അല്ലേ? പുതിയ തലമുറക്കാരൊക്കെ കേട്ട് പഠിക്കണം. എനിക്ക് ജോലി ഒരു സ്വപ്നമായിരുന്നു. ജോലി എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയിട്ട് മാത്രമേ ജീവിതം ഉള്ളൂ എന്ന് ഞാൻ നിശ്ചയിച്ചതാണ്. അനിയത്തിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം തന്നെ. എനിക്കൊരു കേൾക്കുമ്പോഴേ നമ്മൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ വിചാരിക്കുന്നത് പണ്ടത്തെ സ്ത്രീകൾക്ക് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതായത് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, സ്വന്തമായിട്ട് വരുമാനം വേണ്ട, അങ്ങനെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത്. ജീവിതത്തിന് വ്യത്യാസം, ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാൽ പോലും അന്നും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന്. അത് ഇപ്പോൾ സർക്കാർ ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സംരംഭം, സ്വന്തമായിട്ട് വരുമാനം വേണം. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ അത്രയും പ്രതിസന്ധി. അമ്മയൊക്കെ മരിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് അച്ഛൻ പൈസ കൊണ്ടുതരും, ഞങ്ങളത് വെച്ച് ജീവിച്ചു. അപ്പോൾ അത് വരല്ലോ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു ജീവിതമാകുമ്പോൾ ഞങ്ങൾക്കൊരു വരുമാനം വേണ്ടേ. ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ജോലിയൊന്നും ആവാത്തതുകൊണ്ട് ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു. IT പോയി. കേട്ടോണിൽ 2 വർഷം ഉണ്ടായിരുന്നു. ടൈപ്പ് റൈറ്റിംഗിൽ ഓവറും ഹയറും പാസ്സായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊന്നും ആയില്ല. ഇനി ആ ജോലിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, വയസ്സും 30ആയി. പിന്നെയാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റിന് ലോൺ എടുത്ത്, നമുക്ക് സാമ്പത്തികമൊന്നുമില്ലല്ലോ, ലോൺ എടുത്ത് ബേക്കറി തുടങ്ങി. അന്ന് 20,000 രൂപയാണ് എടുത്തത്. എടുത്തെങ്കിലും കയ്യിനോടുകൂടൊക്കെ കടം വാങ്ങേണ്ടി വന്നു. ഇവിടെ തന്നെയാണോ തുടങ്ങിയത്? അമരോള ജംഗ്ഷനിൽ കടപാടാക്കി എടുത്ത് തുടങ്ങി. നല്ല രീതിയിൽ ബേക്കറി മാത്രമല്ല, ഫാൻസി തുണി ഐറ്റങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ തുടങ്ങി. കൈവയ്ക്കാത്ത മേഖലയൊന്നുമില്ല. ഏത് ജോലിയും ചെയ്യാനുള്ള എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ജോലി ചെയ്യേണ്ട ക്ഷീണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണല്ലോ 2000-ലെ അസുഖം വന്ന് പിന്നെ ബേക്കറി അടച്ച് ആശുപത്രിയൊക്കെ ആയിപ്പോയി. ആശുപത്രിയിൽ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴും ഇവിടെ ബേക്കറി അങ്ങ് തകർന്നില്ല. ആളില്ലാതെ നോക്കാൻ ആളില്ലാതെ ജോലിക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത്രത്തോളം വരില്ലല്ലോ. നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെയും എൻ്റെ ജീവൻ തുടങ്ങുന്നത് 4 മണിക്ക് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പൂജാതി കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുളിച്ച് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കോവിലിൽ നിർമ്മാല്യം തൊഴാൻ പോകും രാവിലെ. ഭയങ്കര ഭക്തയാണ്. ഇപ്പോഴും അമ്പലത്തിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഞാൻ കൊച്ചിലേ എനിക്കതാണ്. നമ്മളെ കുടുംബം അങ്ങനെയാണ്, ദൈവവിശ്വാസത. അതുകൊണ്ടാണല്ലോ എങ്ങനെയെങ്കിലും പോകുന്നത്. 5:30 നിർമ്മാല്യം തൊഴുത് നിർമ്മാല്യവും കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിട്ടാണ് അടുത്ത പണി നമ്മൾ ചെയ്യാൻ. കേൾക്കുന്നത് തന്നെ നമുക്കൊരു നിറവാണ്. അതിനുശേഷം ഈ ബേക്കറി ഇങ്ങനെ തകർന്നു പോയിട്ട് പിന്നെ എപ്പോഴാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത്? പിന്നെ അതങ്ങ് പൂട്ടി, ബേക്കറി പൂട്ടി, ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ സാധനങ്ങളെല്ലാം വരിഞ്ഞ് കൊണ്ടിട്ട് പിന്നെ അങ്ങനെ ചെയ്തപ്പം വെറുതെ ഇരുന്ന് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാണ് പിന്നെ ചെറുതായിട്ട് തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ 20 കിലോ അരി വാങ്ങി പൊടിച്ച് എടുത്ത് കുഴലപ്പോണം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് തുടങ്ങി. പിന്നെ ഞാൻ 2-3 കടകളിലൊക്കെ കൊണ്ടുകൊടുത്ത് ആ 20 കിലോ എന്ന് പറയുന്നത് ഇന്ന് 300 കിലോ സാധനം നമ്മളായിട്ട് മാറി. ഇങ്ങനെ ഇത്രയും വലിയൊരു അടുക്കളയൊക്കെ ആക്കിയത്. അത് പണ്ട് അങ്ങനെയല്ല, ഒരു ചെറിയ ബേക്കോശത്ത് ഒരു പണ്ട് ചാപ്പെന്ന് പറയുന്നത് ചായ്പിൽ വെച്ച് ഉണ്ടാക്കി തുടങ്ങി. കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മെഷീനൊന്നും ഇല്ല.
എന്നിട്ട് പിന്നാണ് ഓരോരോ മെഷീനായിട്ട് ഞാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് വാങ്ങി. അല്ല എൻ്റെ കഴിവൊന്നും ഞാൻ പറയില്ല. അങ്ങനെ വെച്ചാൽ ഭഗവാൻ കൂടി അനുവദിച്ചാലല്ലേ. എനിക്ക് ഭഗവത്ഗീത ഭയങ്കര വിശ്വാസമാണ്. എന്ന് വെച്ചാൽ പ്രയത്നിക്കുക, ഫലം ദൈവം തരും, നിശ്ചയം. അതെ, അതാണ് എൻ്റെ. അപ്പം അങ്ങനെ ഇതിപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതിപ്പം എത്ര 25 വർഷമായി? ഇവിടെ തുടങ്ങിയിട്ട് 25. 2001 ഞാൻ തുടങ്ങി 2008 വണ്ടി എടുത്തു. ആദ്യം ആട്ടോ പിടിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ആട്ടോക്കാരൻ വരും, സാധനം കയറ്റി അങ്ങനെ. പിന്നെ ഈ ഡ്രൈവിംഗ് പഠിക്കണം തോന്നിയത് എപ്പോഴാണ്? 2008 ഞാൻ ഒരു വണ്ടി വാങ്ങി. സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിയത്. വാങ്ങിയപ്പം ഡ്രൈവറെയൊക്കെ വിളിച്ചപ്പോൾ 2 ദിവസം വരും. പിന്നെ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്. ബിസിനസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാധനം എത്ര ദിവസം ഇന്ന് ഉണ്ടാക്കുന്ന സാധനം അങ്ങ് പണ്ടൊക്കെ പിറ്റേ ദിവസം ഇപ്പോഴും അങ്ങനെ തന്നെ. ഇന്ന് ഉണ്ടാക്കുന്ന നാളെ കൊണ്ടുപോയി പിന്നെ അടുത്ത് കൊണ്ടുവന്ന് അടുത്ത് ഉടനെ ഉണ്ടാക്കി പിന്നെ കൊണ്ടുപോകും. ഞാൻ സ്റ്റോക്ക് ചെയ്യില്ല. അപ്പോൾ ആ സാധനം ഉണ്ടാക്കി വെച്ചാൽ ഡ്രൈവർ വന്നില്ലെങ്കിൽ എങ്ങനെ സേൽസ് ചെയ്യും? അപ്പോൾ അങ്ങനെ വണ്ടിയും കിടക്കുന്നു, ഡ്രൈവറെ സമയത്തിന് കിട്ടുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രൈവിംഗ് പഠിച്ചാലോ, എന്തും ചെയ്യാനുള്ള മനസ്ധൈര്യം എനിക്കുണ്ട്. ഏത് ജോലിയും അത് മാത്രമാണ് നമ്മുടെ എനിക്കുള്ളത്, അതേ ഉള്ളൂ. എന്തും. പിന്നെ ഞാൻ ഒരു കാര്യം ബാക്കിലോട്ട് ചിന്തിക്കില്ല, മുമ്പോട്ട് എപ്പോഴും ആത്മവിശ്വാസം. ഇന്ന് പറഞ്ഞതുപോലെ നമുക്ക് വല്ലത് ഞാൻ പറയും എപ്പോഴും ആനയോളം കുന്നോളം ചിന്തിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടും. എന്നിട്ട് വലുതായിട്ട് ചിന്തിക്കണം. ആനയോളം ചിന്തിച്ചാൽ ആടിനോളം കിട്ടും. അതൊക്കെയാണ് എൻ്റെ പോളിസി. വലുതേ ഞാൻ ചിന്തിക്കുള്ളൂ. ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചത് 2008 വണ്ടി എടുത്ത് ഒരു 6 മാസം വരെയൊക്കെ ഒരുവിധം പോയിട്ട് രക്ഷയില്ല. പിന്നെ വിചാരിച്ചു ഡ്രൈവിംഗ് പഠിക്കാം എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് ഇങ്ങനെ പോയി. ഒരു ആത്മവിശ്വാസം. ഞാൻ എന്ത് ചെയ്യും, ആദ്യം വണ്ടിയൊക്കെ എടുക്കണ ഒരു ഇതല്ലേ. ഞാൻ ഇവിടെ വണ്ടി എടുത്ത് പതുക്കെ ഈ ക്ഷേത്രം വരെ പോകും. രാവിലെ പോവല്ലോ. അപ്പം അങ്ങനെ പോയി എനിക്കൊരു നിശ്ചയം അല്ല റോഡിലൊക്കെ എനിക്ക് ഈ സ്കൂൾ പിള്ളേരെ കാണുമ്പോൾ ഒരു പേടിയുണ്ട് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ. എന്ന് വെച്ചാൽ എന്തോ കൊച്ചുപിള്ളേരെ സ്കൂൾ പിള്ളേരെ എനിക്ക് പണ്ട്, ഇപ്പം ഈശ്വരാധീനം കൊണ്ട് എനിക്ക് പണ്ട് സ്കൂൾ കുട്ടികളെ കണ്ട പേടിയാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. എന്ന് വെച്ചാൽ അപ്പോഴൊക്കെ 1-2 ആക്സിഡൻ്റൊക്കെ പത്രത്തിൽ വായിച്ചാൽ അങ്ങനെ എനിക്ക് മാനസികമായിട്ട് ഒരു പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിൽ പോയി വന്നപ്പോൾ എനിക്ക് ആ കൈ നിശ്ചയം വന്നു. വണ്ടി ഹാഫ് ക്ലച്ചിൽ നടത്താനും എവിടെ നടത്താനും എങ്ങനെ പോകണമെന്ന് ഒരു നിശ്ചയം. നമുക്കൊന്നും ഇപ്പോഴും ഹാഫ് ക്ലച്ച് അറിഞ്ഞൂടാ. അത് ദിവസവും ഓടിച്ചാൽ മാത്രമേ നമുക്ക് ആ നിശ്ചയം വരൂ. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് എടുത്തു പിന്നെ എടുത്തു ഇല്ല. ഇത് ഞാൻ ദിവസവും കൈകാര്യം ചെയ്തത് കൊണ്ടാണ് 1 മാസം കൊണ്ട് എനിക്ക് റെഡിക്ക് ഓട്ടിക്കാൻ എല്ലാം ഓട്ടിക്കാനുള്ള കഴിവും ഈശ്വരൻ തന്നു റോഡിൽ. അങ്ങനെ ഓടി പിന്നെ കടകളിലൊക്കെ കൊണ്ടുപോകാനും എടുക്കാം. പിന്നെ അതിനെന്ന് വെച്ചാൽ നമുക്ക് സ്ലോ ആയിട്ടാണല്ലോ പോവേണ്ടത്. ഒരു കട വലിയ സ്പീഡൊന്നും വേണ്ട. അങ്ങനെ പോയി ഭഗവാൻ കൂടെ ഭഗവത്ഗീത പറയും പോലെ പ്രയത്നിച്ചു, ഫലം ദൈവം തരും. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത്രയും ഇപ്പൊ എല്ലാം ഇവിടുത്തെ എല്ലാ പലഹാരങ്ങളെല്ലാം മെഷീനിലാണ് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഉയർച്ച ഉണ്ടായി. അപ്പം നന്നായിട്ട് എന്ത് ഞാൻ നമുക്ക് സ്വന്തമായിട്ടില്ലെങ്കിൽ ഞാൻ കടമെങ്കിലും വാങ്ങി എടുത്താണ് മെഷീനൊക്കെ വാങ്ങി അത് അത്രയും വീട്ടണമല്ലോ, ആ ഒരു ചിന്ത. അതെ ലോൺ ആകുമ്പോൾ നമുക്ക് ആ ഒരു ചൂട് വരുമല്ലോ, തിരിച്ചടക്കണം. അതിനു വേണ്ടി അത്രയും കഠിനാധ്വാനം ഞാൻ ചെയ്യും. മക്കളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട്? 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. അവർ പഠിക്കുകയായിരുന്നു. മൊത്തമുള്ള ഫാർമസി പഠിച്ചു, ഇയാളെ ഡിഗ്രി വരെ പോയി. അവരൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കല്യാണം 38 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം. അപ്പോഴും എനിക്ക് അതിൻ്റേതായ ഈ പറയും പോലെ ഭാരവും പിള്ളേരെ കാര്യവും ഒക്കെ നോക്കി നമുക്ക് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രയാസമുണ്ട്. ഞങ്ങൾ പ്രായമായി വരെയാണ് പിള്ളേർ അയച്ചില്ല. ആ ഒരു മനസ്സിനെന്തായാലും പ്രയാസമുണ്ട്. നമ്മൾ ഇത്രയും നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമെങ്കിലും മനസ്സിൽ ആ ഒരു ഇത് കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ പിള്ളേരെ ഞാൻ 20 വയസ്സൊക്കെ ആയപ്പം പിള്ളേരെ അയക്കാനുള്ള അവരൊക്കെ സുഖമായിട്ട് സെറ്റിലായി. ഇപ്പം ഈ ഒരു അസുഖം വന്നപ്പോഴേ പെട്ടെന്ന് നമ്മൾ ഒരു ക്യാൻസർ പോലൊരു അസുഖം വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് അങ്ങ് തളർന്നു പോകും. അതിപ്പോഴാണെങ്കിലും അപ്പം അമ്മ ആ സമയത്ത് എങ്ങനെയാണ് അതിജീവിച്ച് വന്നത്? മനസ്സുകൊണ്ട് ഞാൻ തളർന്നെങ്കിലും മറ്റുള്ളവരുടെ മുമ്പ് ഞാൻ കാണിക്കില്ല. അതെനിക്കൊരു ക്ഷീണം. മറ്റുള്ളൊരു അയ്യഭാവം കൂടുന്നെന്ന് പറയില്ലേ, ഒരു അയ്യോഭാവം പറയണ്ട. അതെനിക്കിഷ്ടമില്ല. ഞാൻ എപ്പോഴും ഒരു അയൺ ലേഡിയാണ്. എനിക്കതൊരു മറ്റുള്ളവരുടെ മുമ്പ് ഞാൻ കരഞ്ഞ് കാണിക്കുകയില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പ് ഞാൻ ചിരിച്ചോണ്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ഉള്ളിലൊടുക്കി മറ്റുള്ളവരുടെ മുമ്പ് നല്ല സന്തോഷവതിയാണ്
എന്ന് കാണിക്കും. അത് പറയുന്നുണ്ട് എല്ലാവരും. അതെ, അത് തന്നെ മതി. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. എൻ്റെ വിഷമം എന്നോട് ഇരിക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ നമ്മൾ എപ്പോഴും ഈ ആൾക്കാർ ചില ആൾക്കാരെ പറയാറുണ്ട്, അയ്യോ എനിക്ക് ഇത്രയും വയസ്സായി, ഇനി ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തന്നെ എനിക്ക് 35 വയസ്സായി അല്ലെങ്കിൽ 40 വയസ്സായി എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്ന വലിയൊരു പ്രായമാണെന്നാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരുപാട് താല്പര്യമുണ്ട്. കാരണം ഇപ്പം എല്ലാവരും ഗവൺമെന്റ് ജോലിയെ വിചാരിച്ചൊന്നുമല്ല ഇരിക്കുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ സംരംഭം തുടങ്ങുമ്പോഴേ നമ്മളിതിൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അമ്മ ഇത്രയും കാലം ഒരു സംരംഭം ഓടിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെയുള്ളവരോട്, സംരംഭം പുതിയതായിട്ട് തുടങ്ങുന്നവരോട് എന്താണ് പറയാനുള്ളത്? പ്രയത്നം, കഠിന പ്രയത്നം. നമുക്ക് എന്ത് ജോലി കിടന്നാൽ ആ ജോലി ചെയ്ത് വച്ചിട്ടേ കിടക്കും. രാത്രി 1 മണി 2 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. അത്രയും ഈ ജോലി ഇതൊക്കെ ഇരുന്ന് പോയാൽ കുഴിഞ്ഞു പോകും. പിന്നെ ഇതല്ലല്ലോ. എന്നാലും നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം. അപ്പം നാളെ എന്നുള്ളത് എൻ്റെ നിഘണ്ടുവിൽ എഴുതിയിട്ടില്ല. ഇന്ന് ചെയ്യാനുള്ള ജോലി ഇന്ന് ചെയ്ത് തീർക്കണം. നാളത്തേക്കില്ല. ഇല്ല, അതെനിക്കൊരു നിർബന്ധമാണ്. അതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നവരും അങ്ങനെ തന്നെ ചെയ്യണം. നാളെ നമുക്ക് നാളെ ചെയ്യാം. അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും തന്നെ ഒരു കാര്യം, നമുക്ക് ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു പണി ചെയ്യണം. നാളെ ആവട്ടെ. നാളെയല്ല, ഇന്ന് തന്നെ ചെയ്യണം. അത് തന്നെയാണ് അമ്മയുടെ സംരംഭത്തിന്റെ ഒരു വിജയം. ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത ശേഷം മാത്രം ചെയ്യൂല. ഞാനത് ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മതിയാക്കില്ല. ഒരു പുതിയ ഐറ്റമോ ഒരു പുതിയ മെഷീനോ എന്തെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടി വച്ച് എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് പോകില്ല. പുതിയ തലമുറയ്ക്ക് പാഠമാക്കാൻ ഒരുപാടുണ്ട് രമാകുമാരി അമ്മ എന്ന ഈ പോരാളിയിൽ. ഒരിക്കലും തളരാത്ത മനസ്സും അധ്വാനിക്കാനുള്ള മനസ്സുമാണ് ഇവരെ വേറിട്ടതാക്കുന്നത്. ഉറച്ച തീരുമാനത്തോടെ അധ്വാനിച്ചാൽ ആഗ്രഹിച്ച സ്വപ്നങ്ങളെ സ്വന്തമാക്കാൻ കഴിയും എന്നത് ഈ പ്രായത്തിലും രമാകുമാരി അമ്മയുടെ ഉറപ്പാണ്. അതിജീവനത്തിന്റെ ഈ പലഹാര വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്.